ടോട്ടോ, ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയാണ്. എന്താ? മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങെത്തിയാൽ മതിയെന്നായി ടോട്ടോ ചാന്. ഒരു പകലിനു വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ അവൾ ഇന്നേ വരെ കാത്തിരുന്നിട്ടില്ല. സാധാരണയായി രാവിലെ ടോട്ടോ ചാനെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽപ്പിക്കൽ അമ്മയുടെ ശ്രമകരമായൊരു ജോലിയാണ്. പക്ഷേ അന്നേ ദിവസം മറ്റാരേക്കാളും മുമ്പ് അവൾ ഉണർന്നു. വളരെ വേഗം പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് പുത്തൻ കുപ്പായമിട്ട് സ്കൂൾ ബാഗ് പിന്നിൽ തൂക്കി അവൾ തയ്യാറായി നിന്നു. റോക്കി സംശയത്തോടെ നോക്കി. ആ വീട്ടിലെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും കൃത്യനിഷ്ഠയുള്ളത് അവനാണ്. കൊച്ചു ടോട്ടോയുടെ ഒരുക്കങ്ങൾ അവന് അസാധാരണമായി തോന്നി. അമ്മയ്ക്ക് നിന്നു തിരിയാൻ നേരമില്ലായിരുന്നു. അവൾക്ക് പ്രാതൽ നൽകി. അതിനിടയ്ക്ക് കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങളെ ചോറ്റുപാത്രത്തിൽ തയ്യാറാക്കി. തീവണ്ടിയിലേക്ക് പോകാനുള്ള പാസ് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിക്ഷേപിച്ച് ഒരു ചരടിൽ തൂക്കി അവളുടെ കഴുത്തിലിട്ടു. അനുസരണം കെട്ട തന്റെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എന്റെ മോള് മിടുക്കിയാവണം ട്ടോ. പിന്നെന്താ? ടോട്ടോച്ചൻ നല്ല ഉന്മേഷത്തിലായിരുന്നു. അവൾ ഷൂസ് കാലിൽ തിരുകി കയറ്റി വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് തല കുനിച്ചു വന്നിച്ച് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ബൈ ബൈ. ടോട്ടോച്ചൻ പുറത്തേക്ക് നടന്നു. അമ്മ വാതിക്കൽ നിൽക്കുകയായിരുന്നു. അവർ ആലോചിച്ചു, കൊച്ചു ടോട്ടോ എന്തൊതുക്കമുള്ളവളായിരിക്കുന്നു. എത്ര ഉന്മേഷത്തോടെയാണ് അവൾ പോകുന്നത്. അവളെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കിയത് കുറച്ചു മുമ്പായിരുന്നു എന്ന് വിശ്വസിക്കാനാവുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്തവണയെങ്കിലും എല്ലാം നേരെയാവണേ, അവർ മനം നൊന്ന് പ്രാർത്ഥിച്ചു. ടോട്ടോച്ചാൻ റെയിൽവേ പാസ് കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് റോക്കിയെ അണിയിക്കുകയായിരുന്നു. ഞെട്ടലുണ്ടാക്കുന്ന ആ ദൃശ്യം അമ്മയെ മനോരാജ്യത്തിൽ നിന്നുണർത്തി. എന്റെ പൊന്നേ എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും സ്വയം നിയന്ത്രിച്ച് അവർ അങ്ങനെ നിന്നു. ഈ വികൃതി പെണ്ണ് എന്തിനുള്ള പുറപ്പാടാണ്? കൊച്ചു ടോട്ടോ റോക്കിപ്പട്ടിയുടെ ചാരത്ത് തറയിൽ കുത്തിയിരുന്നു. നിനക്കിത് ഒട്ടും ചേരണില്ല കേട്ടോ. നെടുനീളം ചരടും അതിന്റെ തുമ്പിലെ പാസും തറയിൽ വീണ് ഇഴയുകയായിരുന്നു. ഇതേ നിന്റെയല്ല, എന്റെയാ. പിന്നെ നിന്നെ ഉണ്ടല്ലോ തീവണ്ടിയിൽ കേറ്റില്ല. അല്പം ആലോചിച്ച ശേഷം അവൾ തുടർന്നു, ഹാ, ഒരു കാര്യം ചെയ്യാം. ഞാൻ മാസ്റ്ററോടും പിന്നെ ആ സ്റ്റേഷനിലെ ആളോടും ചോദിക്കാട്ടോ, നിന്നെ കൂടി കൊണ്ടുവരട്ടെന്ന്. റോക്കി ശ്രദ്ധയോടെ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. അവൻ കുനിഞ്ഞ് തറയിൽ കിടക്കുന്ന പാസ് ഒന്ന് നക്കി നിവർന്ന് ഒരു മൂങ്ങലോടെ കോട്ടുവായിട്ടു. സാധാരണയായി റോക്കി സ്കൂളിന്റെ വാതിൽക്ക വരെ അവളോടൊപ്പം പോകാറുണ്ട്. പിന്നെ തിരികെ വീട്ടിലേക്കും നടക്കും. പതിവ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന അവനെ കൊച്ചു ടോട്ടോ സമാധാനിപ്പിച്ചു. ഞങ്ങളുടെ പുതിയ സ്കൂള് തീവണ്ടിയിലാ, പക്ഷേ അത് ഓടില്ല. അതിൽ ടിക്കറ്റും വേണ്ട. എന്നാലേ നിന്നെ ഇന്ന് കൊണ്ടുപോവാൻ പറ്റില്ല കേട്ടോ. ഞാനൊന്ന് പോയി തിരക്കട്ടെ.